ഇന്ന് ആറാമത്തെ ശ്ലോകമാണ്. കൃപാബലേനൈവ പുരപ്രചേതസം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജിചക്രാദി വരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതത്യുതിഃ. കൃപാബലേന ഏവ, കൃപാശക്തിയാൽ തന്നെ, കരുണ, ത്വം പ്രചേതസാം പുരഃ പദകേന്ദ്രവാഹനഃ വിരാജിചക്രാദി വരോയുധാംശുഭിഃ അഷ്ടാഭിഃ ഭുജാഭിഃ ഉദഞ്ജിതദ്യുതിഃ പ്രകാശം ആഗാഹ. കൃപാബലം കൊണ്ട് തന്നെ നിന്തിരുവടി പദകേന്ദ്ര വാഹനനും ഗരുഡന്റെ പുറത്ത്, ഗരുഡൻ വാഹനമായി വന്നുകൊണ്ട് 8 കൈകളിൽ വഹിച്ചിട്ടുള്ള പ്രകാശമാനമായ ചക്രം തുടങ്ങിയ ശ്രേഷ്ഠ ആയുധങ്ങളുടെ കിരണങ്ങളാൽ വർദ്ധിതമായ ശോഭയോടുകൂടിയവനുമായി പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷനായി. ഇവിടെ ഭഗവാന്, നമ്മൾ സാധാരണ വിഷ്ണുവിന് 4 കൈകളാണ്, ചതുർഭുജനായിട്ടാണ് പറയുക. പക്ഷേ പ്രചേതസ്സുകൾക്ക് മുമ്പിൽ ഭഗവാൻ 8 കൈകളുള്ള ഭഗവാനായിട്ടാണ് പ്രത്യക്ഷനായിരിക്കുന്നത്. ആ കൈകളിൽ പ്രകാശമാനമായ ചക്രം മുതലായ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആപന്നിവാരണത്തിനായി എനിക്ക് തോന്നുന്നു വിഷ്ണുവിനെ ചതുർമുഖനും അഷ്ടബാഹുവുമായി കൽപ്പിച്ച് ആരാധിക്കാൻ തന്ത്രശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ടത്രേ. ഈ സങ്കല്പത്തിലാണ് ഭഗവാന്റെ ഇടത് കൈകളിൽ ശംഖം, ഖേടം, പരിച, വില്ല്, പത്മം എന്നിവ ആയുധങ്ങളും വലത് കൈകളിൽ ഗദ, വാള്, അമ്പ്, ചക്രം എന്നിവ ആയ ആയുധങ്ങളും ഉള്ളതായിട്ട് പറയുന്നത്. എന്തായാലും 10,000 വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഈ രീതിയിൽ ഗരുഡൻ്റെ പുറത്ത് ഭുജങ്ങളോടുകൂടി അതിലെല്ലാം പ്രകാശിക്കുന്ന ആയുധങ്ങളോടുകൂടിയുമാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. കൃപാബലേനൈവ പുരപ്രചേതസം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജിചക്രാദി വരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതിഃ.